നാൾവഴികൾ അനുഭവങ്ങൾ. മുൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനൈദ് കൈപ്പാണി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നാൾവഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ അവസാനിച്ചു. പുതിയ സാരഥികൾ ചുമതല ഏറ്റെടുത്തു. കഴിഞ്ഞ ടേമിലെ, അതായത് 2020-25 കാലയളവിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് നമ്മുടെ അതിഥി. മറ്റാരുമല്ല, നമുക്ക് ഏവർക്കും സുപരിചിതനായ വയനാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ജുനൈദ് കൈപ്പാണി. വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയിൽ നിന്നും അദ്ദേഹം പൂർണ്ണ സംതൃപ്തിയോടെ പടിയിറങ്ങുകയാണ്. ജുനൈദ് കൈപ്പാണി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ്. നിരവധി സംസ്ഥാന, ദേശീയ, അന്തർദേശീയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി വയനാടിന്റെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായി മാറിയ ജുനൈദ് കൈപ്പാണിയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള കഴിഞ്ഞ 5 വർഷത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും റേഡിയോ മാറ്റുലിയുടെ ശ്രോതാക്കളോട് അദ്ദേഹം പങ്കുവെക്കുകയാണ്. റേഡിയോ മാറ്റുലിയിലെ മുഴുവൻ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഇതാണ്: 5 വർഷത്തെ പ്രവർത്തനത്തെ സ്വയം എങ്ങനെ കാണുന്നു? മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി എന്ന പൂർണ്ണമായ സംതൃപ്തിയോടെയാണ് ക്ഷേമകാര്യ ചെയർമാൻ എന്ന പദവിയിൽ നിന്നും ഞാൻ പടിയിറങ്ങുന്നത്. എന്തായാലും ഒരുപാട് വ്യക്തികളുണ്ടാവും പ്രത്യേകം ഓർക്കേണ്ടുന്ന. അപ്പോൾ അതെങ്ങനെയാണൊന്ന് പറയാൻ കഴിയുക? പ്രത്യേകം ഓർക്കുന്ന വ്യക്തികളെ പറ്റി ഒന്ന് പറയാൻ പറഞ്ഞാൽ. ജനപ്രതിനിധി എന്ന പദവിയിൽ എന്നെ നേരെ ചൊവ്വെ വഴി നടത്തുന്നതിൽ ഒരുപാട് പേരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂട്ടായിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ പിതാവും മാതാവും തന്നെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മറ്റൊരാളുടെ ഒരു മുതലും, അതൊരു നിലത്ത് വീണ മാങ്ങയാണെങ്കിൽ പോലും അന്യായമായോ സമ്മതമില്ലാതെയോ തൊടരുത്, എടുക്കരുത് എന്ന ജീവിതപാഠം എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയുമാണ്. ഈ പാഠം പൊതുജീവിതത്തിലുടനീളം നല്ല നിലപാടെടുക്കുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട്, ശക്തമായ പ്രചോദനവുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനധികൃത സാധ്യതകളോട് നിസ്സംശയം തല ഉയർത്തി, നട്ടല് നിവർത്തി, തൻ്റെ ഇടത്തോടെ, വിയർക്കാതെ വിറയ്ക്കാതെ, ആശങ്കപ്പെടാതെ, ഒരു സങ്കോചവുമില്ലാതെ നോ പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ അതെ. 2020 സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരുന്നു? എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ സ്നേഹപൂർവമായ, നിർബന്ധപൂർവമായ ആവശ്യപ്രകാരമാണ് 2020 വെള്ളമുണ്ട ഡിവിഷനിൽ നിന്നും വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിച്ചത്. 3 ദശാബ്ദത്തിലധികമായി UDF വലിയ മാർജിനിൽ ജയിക്കുന്ന ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിക്കാനാണ് എന്നെ നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയെ നേരിടുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാക്കിയിരുന്നു. അതേപോലെ കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ സന്നിഗ്ധതകൾ സമൂഹത്തിലെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയവും കൂടിയായിരുന്നു അത്. സാമ്പ്രദായികമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ മാർഗങ്ങളെയും ജനസമ്പർക്ക പരിപാടികളെയും ആശ്രയിക്കാൻ സാധിക്കാതെ പോയൊരു ഘട്ടമായിരുന്നു. നിങ്ങൾക്കൊക്കെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അത്തരം പ്രതിസന്ധികളെയെല്ലാം അതിജയിച്ച് വലിയ പിന്തുണയോടെ വെള്ളമുണ്ട ഡിവിഷൻ പ്രതിനിധിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കാരണമായത് ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് എന്ന് എനിക്കിപ്പോഴും അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നന്നായി ലയിച്ച് അവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ജില്ലാ ക്ഷേമകാര്യ ചെയർമാൻഷിപ്പിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവേശനം? അപ്രതീക്ഷിതമായിട്ടാണ് അതിൻ്റെ ഒരു പ്രവേശനം വരുന്നത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഇതിനുശേഷം കൈവന്നു.
മുന്നണികളുടെ കണക്കുകൂട്ടലിലൊക്കെ തെറ്റിച്ചുകൊണ്ട് പ്രതീക്ഷിതമായി ജില്ലയിൽ വെള്ളമുണ്ടയിൽ നിന്ന് ഞാൻ വിജയിച്ചു വരികയാണ്. വിജയിച്ചു വന്നതോടുകൂടി വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ മുന്നണികളുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് 8 LDFും 8 UDFുമാണ്. അങ്ങനെ 8-8 എന്ന നിലയിൽ മുന്നണികൾ ഒപ്പത്തിനൊപ്പം എത്തി എന്നുള്ളതാണ്. പിന്നീട് നടന്ന സങ്കീർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാൻ അവിചാരിതമായി അപ്രതീക്ഷിതമായി നിയോഗിക്കപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും ഇത്രയും കാലത്തെ അല്ലെങ്കിൽ ഈ ഒരു 5 വർഷക്കാലത്തെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ കണ്ണു തുറപ്പിച്ച അനുഭവങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൂടുതൽ ആദിവാസി സമൂഹങ്ങൾ ജീവിക്കുന്ന, കൃഷിയെയും അനുബന്ധ തൊഴിൽ മേഖലകളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന, പാരിസ്ഥിതികമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും വികസനത്തെയും ക്ഷേമത്തെയും മനസ്സിലാക്കുകയും അതിനനുസൃതമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പല തലങ്ങളിൽ കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. സമൂഹത്തെ, സാമൂഹികമായ അനുഭവങ്ങളെ കൂടുതൽ തെളിച്ചത്തോടെയും വിശാലമായും കാണാൻ എന്നെ ഈ ഒരു ജനപ്രാതിനിധ്യം സഹായിച്ചു എന്നുള്ളതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കാനുള്ളത്. 5 വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? വികസനത്തെക്കുറിച്ചുള്ള മുഖ്യധാര കാഴ്ചപ്പാടുകളെ വയനാടിൻ്റെ പരിസരത്തു നിന്നും കാണാനും അത് പുതുക്കി പണിയാനും സാധിച്ചു എന്നതാണ് ഈ 5 വർഷത്തെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പഠിച്ചു പതിഞ്ഞുപോയ കാര്യങ്ങളെ തിരുത്തിക്കാനുമുള്ള ശ്രമങ്ങൾ. വെള്ളമുണ്ടയുടെ പ്രതിനിധിയാണെങ്കിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുമായും വാർഡ് പ്രതിനിധികളുമായും ജനങ്ങളുമായും ഇടപെടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ മുഴുവൻ വയനാട്ടുകാരിലേക്കും എത്തിച്ചേരാനും അവരുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും എന്നെ സംബന്ധിച്ച് അവസരമൊരുക്കി. പല അർത്ഥത്തിൽ ഞാൻ ഇക്കാലയളവിലൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ ചുറ്റുപാടുകളെ, എൻ്റെ സാഹചര്യങ്ങളെ ഒക്കെ കൃത്യമായി വിലയിരുത്തി നിരീക്ഷിച്ച് അത് പഠിക്കാനും ആ പഠിച്ചതിൽ നിന്ന് ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ടതിന് ശേഷം എങ്ങനെ ഒരു തദ്ദേശ സംവിധാനത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഗൗരവമായ ഒരു പഠനവും നിരീക്ഷണവും തന്നെയായിരുന്നു കഴിഞ്ഞ 5 വർഷവും ഞാൻ നടത്തിയത് എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ അതെ. അപ്പോൾ എന്താണ്, വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാനും അല്ലെങ്കിൽ അവസരം ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിച്ചിരുന്നോ? ഇന്ത്യയിലെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയുടെ ക്ഷേമകാര്യ ചുമതലയുള്ള ജനപ്രതിനിധിയാവുക എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ, ആശങ്കകൾ നിറഞ്ഞ ഉത്തരവാദിത്വം തന്നെയായിരുന്നു. അതേസമയം വികസനം, ക്ഷേമം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ ആലോചിച്ചെടുക്കാനും മുഖ്യധാര വികസന കാഴ്ചപ്പാടുകൾക്ക് തിരുത്തുകളും ബദലുകളും കൊണ്ടുവരാനും അതുവഴി വികസനത്തെ തന്നെ പുതുക്കിപ്പണിയാനുമുള്ള അവസരം കൂടിയാണത്. ഒരേ സമയം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ ജനപ്രതിനിധി എന്ന നിലയിൽ 2020-2025 എന്ന എൻ്റെ കാലയളവിൽ കൃത്യമായി ശ്രമിച്ചു എന്നാണ് എൻ്റെ ബോധ്യം. എന്തായാലും പ്രധാനമായും ഈ കാലയളവിൽ അത്രയും ശ്രദ്ധ കൊടുത്തത് എന്തിനായിരുന്നു? അടിസ്ഥാനപരമായ വികസന പ്രശ്നങ്ങളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടും സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ ഉൾക്കൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലാണ് ഇക്കാലയളവിൽ പ്രധാനമായും ശ്രദ്ധിച്ചത്. സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുതകുന്ന പശ്ചാത്തല നൈപുണി വികസന പദ്ധതികൾ, അതേപോലെ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ സംരംഭകത്വം വളർത്തിയെടുക്കാൻ രൂപം നൽകിയ പ്രൊജക്റ്റുകൾ, സമൂഹത്തിലെ വിവിധ തൊഴിൽ വിഭാഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രത്യേകമൊരു ഗ്രാമാന്തരം ഒരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. അപ്പോൾ തൊഴിൽ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള ഗ്രാമാന്തരം പദ്ധതികളിലൂടെ ക്ഷേമത്തെ നാടിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെടുത്തുന്നതിൽ നടത്തിയ ഇടപെടലുകൾ വയനാടിൻ്റെ വികസന വഴിയിൽ എന്നും ഓർമ്മിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ. സാംസ്കാരിക കേന്ദ്രങ്ങളെയൊക്കെ എങ്ങനെയാണ് സമീപിച്ചത്? വലിയൊരു ചോദ്യമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഗ്രാമീണ ലൈബ്രറികളെ
കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നതിന് ഞാൻ ശ്രമിച്ചിരുന്നു. അത് വെള്ളമുണ്ട ഡിവിഷൻ പരിധിയിലെ മിക്കവാറും ഒട്ടുമിക്ക ലൈബ്രറികൾക്കും ആ രൂപത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും മറ്റ് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ നന്നായി സക്രിയവുമായി സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ലൈബ്രറികളെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ഗൗരവമായ ഇടപെടലുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, ജനപ്രതിനിധി എന്ന നിലയിൽ രാഷ്ട്രീയത്തെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത്? രാഷ്ട്രീയം എന്നത് ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന, ജീവജാലങ്ങളുടെ നിലനിൽപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ്. ചില സിനിമകൾ കാഴ്ചക്കാരൻ്റെ മനസ്സിൽ ബോധപൂർവം നിക്ഷേപിച്ചു പോയ കുറേ അഴിമതിക്കോലങ്ങളോ ഹാസ്യ കഥാപാത്രങ്ങളോ അല്ല മഹാഭൂരിപക്ഷം വരുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും. ജനതയുടെ നന്മ ഉദ്ദേശിച്ച് തന്നെയാണ് ഏറെ പേരും രാഷ്ട്രീയ പ്രവർത്തകരാകുന്നതും ജനപ്രതിനിധിയായി മാറുന്നതും ഒക്കെ തന്നെ. എല്ലാ മേഖലകളിലും പോലെ സ്വാഭാവികമായും രാഷ്ട്രീയത്തിലും പുഴുക്കുത്തുകൾ ഉണ്ടാവുകയും പലയിടത്തും പെറ്റുപെരുകയും ചെയ്യും. തിരുത്താത്തവ മൺമറയുന്നു, തിരുത്തുന്നവർ മുന്നേറുന്നു. അത് മനസ്സിലാക്കി രാഷ്ട്രീയത്തെ സമീപിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജനപ്രതിനിധി ആയ ശേഷം രാഷ്ട്രീയത്തിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്നോ? തീർച്ചയായും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായും എന്ന് തന്നെയാണ്. കാരണം രാഷ്ട്രീയം എന്നത് നമ്മുടെ എല്ലാം ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. കാരണം അത് കൈകാര്യം ചെയ്യുന്നത് പൗരൻ്റെ ജീവിതമാണ് എന്നതുകൊണ്ട് തന്നെ. കക്ഷി രാഷ്ട്രീയമാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെ കക്ഷി രാഷ്ട്രീയമാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വിവേചനമില്ലാതെ നീതിപൂർവം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. പലരും ഉള്ളിൽ എന്താണ് ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ച ഒരു കാര്യമാണ് ഇനി ഞാൻ ചോദിക്കണമെന്ന് എനിക്കും തോന്നുന്നത്. അതായത് തീർച്ചയായും ചോദിച്ചോളൂ. ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ കൃത്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു. സെൽഫ് മാർക്കറ്റിംഗ് ആണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അതിനെങ്ങനെയാണ് അതിനെ ഒന്ന് പറയാൻ പറ്റുക? വളരെ വളരെ രസകരമായൊരു ചോദ്യമാണ്. ഏതായാലും ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും സംശയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വ്യക്തത വരാൻ വേണ്ടി ഞാനൊരു മറുപടി പറയാം. നാടിൻ്റെ നാനാ തുറകളിലും പുരോഗതിയുടെ വെള്ളി വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഓരോ വികസന സംരംഭങ്ങളെയും കുറിച്ചറിയുക എന്നത് പൗരന്മാരുടെ, വോട്ടർമാരുടെ, ജനങ്ങളുടെ അവകാശവും ആഹ്ലാദവുമാണ്. അത് അറിയിക്കുക എന്നത് ജനപ്രതിനിധിയുടെ ജനാധിപത്യ ഉത്തരവാദിത്വമാണ്. ആ ദൗത്യം പരമാവധി നിർവഹിക്കുക എന്നത് മാത്രമാണ് മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിനുണ്ടായിരുന്നില്ല. അറിയാതെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണിത്. അല്ലാതെ ജനപ്രതിനിധിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വേറെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത ഹിഡൻ താല്പര്യങ്ങളുണ്ട് എന്ന് ആരും കരുതേണ്ടതില്ല. അതൊക്കെ ജനങ്ങൾക്കിടയിൽ വികസന സങ്കല്പങ്ങളെക്കുറിച്ചും വികസന പരിപാടികളെക്കുറിച്ചും അറിയിക്കുക എന്ന സതുദ്ദേശം മാത്രമേ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത്. അതിന്നും അങ്ങനെ തന്നെയാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യം ചോദിച്ചതിന് പ്രത്യേകം താങ്ക്സ് കൂടെ അറിയിക്കണം. ഓക്കെ, തീർച്ചയായും ചെറിയൊരു, അതായത് വളരെ ചെറിയൊരു വിഭാഗം ആളുകളുടെ ഒരു ആകുലത മാത്രമാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഏറിയ പങ്കും ജുനൈദ് കൈപ്പാണി എന്ന പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഏറ്റവും പോസിറ്റീവായി നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യം തന്നെയാണ്. പല ഉദ്ഘാടനങ്ങളും സാധാരണക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് തോന്നാറുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ആയിരുന്നോ? ഒരിക്കലുമല്ല. സതുദ്ദേശപരമാണ്. റോഡുകൾ ഞാൻ ഗോത്ര വിഭാഗത്തിലെ കാരണവന്മാരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിച്ചിരുന്നു. അത് അവർക്കുള്ളൊരു ആദരവും പരിഗണനയുമാണ്. അതുപോലെ സ്കൂൾ കംഫർട്ട് സ്റ്റേഷനും മറ്റു ചില പദ്ധതികളൊക്കെ സ്കൂൾ ലീഡർമാരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. അത് പുതിയ തലമുറയ്ക്കുള്ള
ഒരു പ്രോത്സാഹനവുമാണ്. അങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ആദരിക്കാനൊക്കെയുള്ള ഒരു മാർഗം എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് ഒന്നും അതിൽ കാണേണ്ടതില്ല. ഓക്കെ. വേറിട്ടത് മറ്റ് ജനപ്രതിനിധികൾക്ക് മാതൃകാപരവുമായ പദ്ധതികൾ നിശബ്ദമായി അല്ലെങ്കിൽ വിജയകരമായി ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്തിരുന്നല്ലോ. എങ്ങനെയാണ് താങ്കളുടെ പദ്ധതികൾ രൂപപ്പെട്ടത്? ഓരോ പദ്ധതിക്ക് പിന്നിലും ഒരു വലിയ കഥയുണ്ടാകും, ഒരു ചരിത്രമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ അതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ ഇവിടെ ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓരോ പദ്ധതിയും രൂപപ്പെടുന്നത് ഗൗരവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും ആലോചനയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഒക്കെ ആയിരിക്കും. അതിന് പിന്നിലൊരു വലിയ കഥ ഉണ്ടാവും. പക്ഷെ ആ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓരോ സാഹചര്യങ്ങളിൽ നിന്നും കൃത്യമായ സാധ്യതകൾ പരിശോധിച്ച് രൂപപ്പെടുത്തുന്നതാണ് ഓരോ പദ്ധതിയും. പദ്ധതികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നേരത്തെ ഞാൻ പല ഇൻ്റർവ്യൂവിലും അതേപോലെ പല എഴുത്തിലൂടെയൊക്കെ ഞാനത് ജനങ്ങളോട് സംവദിച്ചതാണ്, പറഞ്ഞതാണ്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ChatGPTയിലും ഗൂഗിളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കൃത്യമായി ലഭ്യമാണ്. അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ കൂടുതൽ പറഞ്ഞ് നമ്മുടെ സമയം കവരാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് ചെയ്തിരുന്നു എന്നറിഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാമോ? ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലുകളുമായി കഴിഞ്ഞ ടേമിൽ 21,900 വാർഡുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ താല്പര്യമുള്ളവർക്കായി കിലയുടെയും അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയുടെയും സഹകരണത്തോടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് നടത്തിയിരുന്നു. വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണ നിർവഹണവും എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായിരുന്നു. അത് 2022 വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. അത്തരം പഠന പ്രക്രിയയിൽ നിന്ന് ആർജിക്കുന്ന ആധികാരിക വിവരങ്ങൾ കൂടിയാണ് ഞാൻ യൂട്യൂബിലും എൻ്റെ മറ്റ് പഞ്ചായത്ത് ടോക്കിലുമൊക്കെ എന്നെ സഹായിച്ചത്. വിദേശ ഓൺലൈൻ പത്രങ്ങൾ പോലും പരാമർശിച്ച താങ്കളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലിനെ കുറിച്ചൊന്ന് പറയാമോ? അധികാര വികേന്ദ്രീകരണത്തെയും പ്രാദേശിക ഭരണ നിർവഹണത്തിൻ്റെയും കേരളീയ അനുഭവങ്ങൾ പുതിയ കാലവുമായി ചേർത്തുകൊണ്ട് സമഗ്രമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ലളിതമായ വിവരണമാണ് ഞാൻ നടത്തിയ ഓരോ പഞ്ചായത്ത് ടോക്ക് സീരീസിലും ഉൾപ്പെടുത്തിയത്. കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് അധികാര വികേന്ദ്രീകരണവും ആസൂത്രണവും പഞ്ചായത്ത് സംവിധാനവും പ്രാദേശിക ഭരണ നിർവഹണവും ജനപ്രതിനിധികളുടെ ചുമതലയും ഹ്രസ്വമായി അവതരിപ്പിക്കുന്നതായിരുന്നു എൻ്റെ ടോക്ക് സീരീസ്. കേരള സമൂഹത്തിൽ ഉയർന്നു വരുന്ന അഭിലാഷങ്ങളും ശ്രോതാക്കളായ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന പ്രായോഗികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശയങ്ങളും വിഷയങ്ങളും സംശയങ്ങളും ചർച്ച ചെയ്ത് ടോക്ക് സീരീസുകൾ വ്യാപിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിരുന്നു. അത് എൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ജനപ്രാതിനിധ്യ കാലയളവിലെ ഏറെ അഭിമാനത്തോടുകൂടി ഓർക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാമെന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഉള്ളതാണ് അടുത്തൊരു ചോദ്യം. തീർച്ചയായിട്ടും ചോദിക്കും. എന്തായാലും ചെയർമാനായ സമയത്തെ സ്മാർട്ട്നെസ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവസരം ലഭിക്കാനുള്ള ഒരു മുന്നൊരുക്കമായിരുന്നോ എന്ന് ചോദിച്ചാൽ? ഒരിക്കലുമല്ല. അതാത് സമയത്തുള്ള ഉത്തരവാദിത്വം പരമാവധി ഭംഗിയാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അടുത്ത മത്സരത്തിന് വോട്ടർമാരുടെ പ്രീതിയോ മറ്റോ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സ്മാർട്ട്നെസ് അല്ല അത്. പൊതുപ്രവർത്തനം മത്സരത്തിന് വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്നത് തീർത്തും തെറ്റായ ഒരു മനോഭാവമാണ്. അങ്ങനെ ഒരു മനോഭാവം പൊതുജനങ്ങൾക്കോ വോട്ടർമാർക്കോ നിങ്ങൾക്കാർക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാനത് അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ മനസ്സിലാ രൂപത്തിൽ മനോഘടന രൂപപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത നിരുപാധികം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു 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 മത്സരം മാത്രമാണ്. ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു മത്സരം മാത്രമാണ്. അല്ലാതെ ഒരു ഇലക്ഷൻ സംബന്ധമായ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെ ഭാഗമായിട്ടോ ഒരാൾക്കൊരു പൊതുപ്രവർത്തനം നടത്തുന്നതിനും ജനപ്രതിനിധിയാവുന്നതിനൊക്കെ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഏതായാലും ജനങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള മത്സരം തന്നെയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള, ജനങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ നടത്തിയ ഊർജ്ജസ്വലത,
ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വയനാട്ടിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് വയനാട്ടിലെ ഏതൊരു ജനപ്രതിനിധിയോടും ചോദിക്കേണ്ട അനിവാര്യമായൊരു ചോദ്യമാണ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടതായിരിക്കും ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. അതിന് വിശദമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പരിസ്ഥിതി സൗഹൃദ ജീവിത രീതി പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാൻഡ് വിത്ത് നേച്ചർ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പഞ്ചായത്ത് സഭ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിലും പ്രചാരണത്തിലും പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായുള്ള കാർബൺ ന്യൂട്രൽ ജില്ലാ മൂവ്മെൻറ്റ്, അതേപോലെ ജൈവ വൈവിധ്യ മേള, ഇതൊക്കെ ഞങ്ങളുടെ 2020-25 ഭരണസമിതിയുടെ പരിസ്ഥിതി സൗഹൃദ സമീപനങ്ങൾക്ക് മികച്ച ഉദാഹരണങ്ങളാണ്. അപ്പം ഞങ്ങൾ ആ അർത്ഥത്തിൽ വയനാടിൻ്റെ പരിസ്ഥിതിയെ കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയ ഒരു ഭരണസമിതിയായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ ഘട്ടത്തിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ പ്രതിപക്ഷ ബഹുമാനവും സർവ്വ അംഗീകൃത ശൈലിയും പ്രശംസനീയമാണ്. ശരിക്കും അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? താങ്ക് യു. അങ്ങനെ ഒരു ചോദ്യത്തിലൂടെ തന്നെ ഒരു മോട്ടിവേഷൻ തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മാന്യവും പക്വതയുമുള്ള സമീപനവും പ്രതിപക്ഷ ബഹുമാനവും ജനാധിപത്യ മര്യാദകളും പാലിച്ചുള്ള ഒരു പൊതുപ്രവർത്തന ശൈലി വിദ്യാർത്ഥികാലം തൊട്ടേ അനുധാവനം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്ന സൗഹൃദ കൂട്ടായ്മകളിലേക്ക് വരാറുള്ള ക്ഷണം വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കാറുള്ളത്. പ്രതിപക്ഷ ആദരവും ജനാധിപത്യ മഹത്വവും പരസ്പര സഹകരണവും സഹായവും മുഖമുദ്രയാക്കിക്കൊണ്ട് പൊതുവായ പുരോഗതിക്കും സൗഹൃദ അന്തരീക്ഷത്തിനു വേണ്ടി ഒരുമിച്ചിരിക്കാനുള്ള വിശാല ഹൃദയം ഓരോ പൊതുപ്രവർത്തകനും കൈവരിക്കുമ്പോഴാണ് സത്യത്തിൽ നാടിൻ്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ സാധിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. വികസന കാര്യങ്ങളും മറ്റ് ദൈനംദിന പൊതുപരിപാടികളും നിരന്തരം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് എന്നത് കാണാം. അതായത് നമുക്ക് നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ അതെന്താണ്? ചെടിക്ക് നനവ് ആവശ്യമുള്ളതുപോലെ ഒരു ആശയത്തിന് പ്രചരണം ആവശ്യമാണ്, അല്ലെങ്കിൽ രണ്ടും വാടി മരിക്കും. ഇത് ഡോക്ടർ അംബേദ്കറുടെ വരികളാണ്, എൻ്റെ വരികളല്ല. ഈ സന്ദേശം ഡിജിറ്റൽ കാലഘട്ടത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. പുതിയ സമൂഹത്തിൻ്റെ പരിച്ഛേദം എന്ന നിലക്ക് ഓൺലൈൻ ഇടങ്ങളിലും അതുപോലെ പരമ്പരാഗത ഓഫ്ലൈൻ ഇടങ്ങളിലും ജനപ്രതിനിധിയുടെ സാന്നിധ്യം പൗരന്മാർക്ക് ആശ്വാസവും ആത്മവിശ്വാസവുമാണ്. അതല്ലാതെ ആത്മരതിക്കു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, കറക്റ്റാണ്. അതായത് ഓരോരുത്തർക്കുമുള്ള ഒരു പരിഗണന കൂടി അതിലുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിംഗിൾ ഫോട്ടോ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലൂടെ നമ്മുടെ ബ്രാൻഡഡ് ഷർട്ട്, നമ്മുടെ ബ്രാൻഡഡ് മുണ്ട്, നമ്മുടെ ബ്രാൻഡഡ് ഷൂ, നമ്മുടെ ബ്രാൻഡഡ് മറ്റെന്തെങ്കിലും സാധനങ്ങൾ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചത്. എൻ്റെ കൂടെ ഇടതും വലതും ആയി കുറേ ആളുകൾ, നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ എൻ്റെ വോട്ടർമാർ, എൻ്റെ സഹപ്രവർത്തകർ, ഇവരൊക്കെ ഉണ്ടാവും. എൻ്റെ ഫോട്ടോസിൽ, എൻ്റെ ഫ്രെയിമിൽ ഈ നാടായിരുന്നു സത്യത്തിൽ 5 വർഷം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. നിറഞ്ഞു നിന്ന് എൻ്റെ ഫോട്ടോ, എൻ്റെ നമ്മുടെ ഈ സിനിമയിലൊക്കെ എൻ്റെ തല, എൻ്റെ ഫ്രെയിം, അതല്ല. സത്യത്തിൽ എൻ്റെ ഫ്രെയിമുകളിൽ ഈ നാടിൻ്റെ ചിത്രം, ഈ നാട്ടുകാരുടെ നന്മ ഞാൻ കാണിക്കാൻ, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ആ സോഷ്യൽ മീഡിയ കൊണ്ട് ഞാൻ ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പൗരപ്രമുഖൻ എന്ന നിലയ്ക്ക് പൊതുകാര്യങ്ങളിൽ എന്തു തോന്നുന്നു? ഒരു മഹാനായ മനുഷ്യൻ സമൂഹത്തിൻ്റെ സേവകനാകാൻ തയ്യാറാണ് എന്നതിനാൽ ഒരു പ്രമുഖനിൽ നിന്ന് വ്യത്യസ്തനാണ്. ലോഹിയയുടെ, രാം മനോഹർ ലോഹിയയുടെ ഞങ്ങളുടെ ആ വാക്കുകളാണിത്. മഹാനായ മനുഷ്യനാവുക, മാനവികതയുടെ ഭാഗമാവുക എന്നതാണ് പ്രധാനം, അല്ലാതെ പ്രമുഖൻ ആവുക എന്നുള്ളതല്ല. അതായത് പ്രമുഖനും മഹാനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ആ ചോദ്യത്തെ ഗണിച്ചതാണ്. പ്രമുഖൻ ആവാൻ ആളുകൾ കുറവുള്ള ഏത് പാർട്ടിയിൽ അംഗത്തെടുത്ത
ആർക്കും പെട്ടെന്ന് പ്രമുഖനാവാം. ജില്ലാ നേതാവാകാം, സംസ്ഥാന നേതാവാകാം, ദേശീയ നേതാവാകാം, അങ്ങനെ പ്രശസ്തി നേടാം. അതുപോലെ പണമുണ്ടെങ്കിലും ഒരാൾക്ക് പ്രമുഖനാവാം. പക്ഷേ ഒരാൾക്ക് മഹാനാകണമെങ്കിൽ നന്മകൾ ചെയ്യണം. മനസാക്ഷിയിൽ മഹാനാവാൻ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് വരണം എന്നാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രമുഖനാവാനല്ല ശ്രമിക്കേണ്ടത്, നമ്മൾ മഹാനാവാൻ ശ്രമിക്കണം. മഹാനാവുക എന്ന് പറഞ്ഞാൽ നന്മകൾ വർദ്ധിപ്പിച്ച് നാട്ടുകാരോടൊപ്പം ഇടകലർന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും പാവപ്പെട്ടവനെയും ചേർത്ത് നിർത്തി അവർക്ക് കരുത്തും കരുതലുമാകാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോഴാണ് സത്യത്തിൽ അദ്ദേഹം മഹാനാകുന്നത്. അപ്പം പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും പ്രമുഖനാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിർത്തുകയും മഹാനാവാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യണം എന്നാണ് വിനയപുരസ്സരം ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും എന്നെ കേൾക്കുന്ന മറ്റുള്ള ആളുകളോടും സൂചിപ്പിക്കാനുള്ളത്. താങ്കളുടെ വികസന സങ്കല്പങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ കഴിയുക? തീർച്ചയായും ഓരോ ജനപ്രതിനിധിക്കും ഒരു വികസന സങ്കല്പം ഉണ്ടായിരിക്കണം. അതെ, നമ്മൾ ജനങ്ങൾ വളരെ വാശിയേറിയ ഗൗരവമായൊരു മത്സരത്തിലൂടെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കല്പമില്ലാതെ, ഒരു വിഷനില്ലാതെ, ഒരു മിഷനില്ലാതെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുക, ഈ ദൗത്യം കൊണ്ടുപോവുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ഒരു നീതികേടാണ്. നമുക്ക് നല്ല കാഴ്ചപ്പാട്, നല്ല സങ്കല്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഉണ്ടായിരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ചും രാഷ്ട്രം എന്നത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പലാണ്. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ആണ് എൻ്റെ വികസന സങ്കല്പത്തിൻ്റെ ആധാരം. ഞാൻ അതിശയോക്തി കലർത്തി പറയുകയല്ല. ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഗാന്ധിജി ആവർത്തിച്ചു പറഞ്ഞ ഈ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം. ഡോക്ടർ രാം മനോഹർ ലോഹ്യ, അതേപോലെ ജയപ്രകാശ് നാരായണൻ എന്നിവരെക്കുറിച്ചുള്ള വായനയും പഠനവും ഒരു പരിധിവരെ എന്നിലെ ഹ്യൂമനിസ്റ്റും സോഷ്യലിസ്റ്റും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വികസന സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന രാം മനോഹർ ലോഹ്യയുടെയും അതേപോലെ ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ ആശയങ്ങളോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു വികസന മനോഘടനയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പൊതുപ്രവർത്തന ഗോതയിൽ സ്വീകരിച്ചത്. അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിന് കുറേ പരിമിതികളുണ്ടാകാം. പക്ഷേ പരമാവധി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. അത് പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞോ, അതിന് പൂർണ്ണതയുണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഏതായാലും അങ്ങനെ ഒരു ശ്രമം, അത്തരം ഒരു സങ്കല്പം എൻ്റെ മനസ്സിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലയളവിൽ അത്രയും ചാരിതാർത്ഥ്യവും ആവേശവും ഉണ്ടാക്കിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഒട്ടേറെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണാനുള്ളൊരു ഒരു അവസരമായിരുന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 5 വർഷം. അവിടങ്ങളിലെ പ്രശ്നങ്ങൾ, ഈ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾ മാനവിക പക്ഷത്തു നിന്നും പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം നൽകിയ ഒന്നാണ്. മുന്നണിയും പാർട്ടിയും നാട്ടുകാരും നൽകിയ പിന്തുണ ഈ വിഷയത്തിൽ ആവേശകരമായിരുന്നുവെന്ന് മാത്രമല്ല ഊർജ്ജപ്രദവുമായിരുന്നു. പ്രവർത്തന ഗോതയിൽ മുന്നണിയുടെ പിന്തുണയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊന്ന് പറയാമോ? സർവ നന്മകളെയും ജനപ്രതിനിധിയുടെ വ്യക്തിപരമായ പൊട്ടൻഷ്യാലിറ്റിയെയും മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുന്ന മഹത്തായതും ഉദാത്തമായതുമായ സമീപനമാണ് ഇടതുപക്ഷത്തിൻ്റേത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നിരുപാധികം ഇടതുപക്ഷ മുന്നണിയുടെ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ എനിക്ക് നൽകി എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടുകാർ, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, എല്ലാ സംഘടനകളും സ്ഥാപനങ്ങളും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതേപോലെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഡിവിഷനിലെ മുഴുവൻ ആളുകളും എനിക്കു നൽകിയ സ്നേഹസമ്പന്നമായൊരു പിന്തുണയായിരുന്നു എനിക്കിനെ ഒഴുകി തഴുകി എൻ്റെ ഡിവിഷനിൽ കഴിഞ്ഞ 5 വർഷം മനോഹരമായി പ്രവർത്തിക്കാൻ സാധിച്ചത്. അതിന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കൊക്കെ ഒരു കൃതജ്ഞത, ഒരു ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നതിനെ പറയാം. താങ്ക്സ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നന്ദി പറയും, നമ്മൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി
ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഞാൻ ഈ അവസരം ഗൗരവമായി വിനിയോഗിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് മറ്റൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്. എങ്ങനെയാണ് പൊതുജനങ്ങളുടെ സ്നേഹത്തെ കണ്ടെത്തിയത്? ജീവിതത്തിന് അഴകേകുന്നത് സ്നേഹമാണ്. മനസ്സുകൾ തമ്മിലുള്ള അനുഭവങ്ങളിലൂടെയാണ് സ്നേഹം ഉടലെടുക്കുന്നത്. അതിനാൽ സ്നേഹം അനുഭവമാണ്. സമൃദ്ധമായ അനുഭവങ്ങളിലൂടെ അർത്ഥവത്തായ സ്നേഹം ആർജിക്കാനുള്ള ഒരു മാർഗമായി വേണം നമ്മളൊക്കെ പൊതുപ്രവർത്തനത്തെ കണക്കാക്കേണ്ടത്. പങ്കുവെക്കലിലൂടെയും പ്രയോഗത്തിലൂടെയും പ്രതിപക്ഷ ബഹുമാനത്തിലൂടെയും സ്നേഹത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. സ്നേഹം താല്പര്യത്തിനും ലാഭത്തിനും ഉപാധികൾക്കും അതീതമാണ്. യഥാർത്ഥ സ്നേഹം പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ സ്നേഹത്തിന് നടുവിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം എന്നത്, അങ്ങനെ പൊതുജനങ്ങളുടെ സ്നേഹത്തിൻ്റെ നടുവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അനിർവചനീയമായ ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി കൃത്യമായി ആസ്വദിച്ച ഒരാളാണ് ഞാൻ. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആയിരിക്കണം അങ്ങനെ ജനങ്ങളുടെ സ്നേഹമായിരിക്കണം ഒരു ജനപ്രതിനിധിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്. ആ പ്രിവിലേജിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളോട് ചോദിക്കണമെന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും പറയൂ. അഴിമതിമുക്ത രാഷ്ട്രീയം സാധ്യമാണോ? വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. അതിന് വളരെ ആധികാരികമായി മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒട്ടേറെ ആളുകൾക്ക് കൗതുകമുള്ള ഒരു ചോദ്യം കൂടിയാണത്. എന്താണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്ന, നമുക്ക് പൂർണ്ണമായി അതിൽ നിന്ന് മോചനം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആഗോളീകരണാനന്തര ലോകത്തിൽ അഴിമതി എന്നത് മൂലധനത്തിൻ്റെ സ്വതന്ത്ര സഞ്ചാരത്തിനും നീതി നിഷേധപൂർണമായ കടന്നുകയറ്റത്തിനുമുള്ള മാർഗങ്ങളിലൊന്നാണ്. ജനങ്ങൾക്കാകെ അവകാശപ്പെട്ട പൊതുജന സമ്പത്തുകളെ സ്വകാര്യ വ്യക്തികൾ കൈയടക്കുന്നതിന് കണ്ടെത്തുന്ന ഒരു വഴി കൂടിയാണ്, ഒരു അസാൻമാർഗിക വഴി കൂടിയാണ് ഈ അഴിമതി എന്ന് പറയുന്നത്. പൊതുവായതിനെ സ്വകാര്യവൽക്കരിക്കുക എന്നത് തീർത്തും ജനവിരുദ്ധമായ ആശയത്തിന് വളർന്നു വികസിക്കുവാൻ നൽകപ്പെട്ട പ്രതിഫലമാണ് സത്യത്തിൽ അഴിമതി പണം എന്ന് പറയുന്നത്. അഴിമതി എന്നത് ആവർത്തിക്കപ്പെട്ട് തുടർച്ചയായി നടന്ന് അനുവദനീയമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളൊന്നായി തീർന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ പോരാട്ടം ശക്തമാക്കേണ്ടത് അഴിമതിയുടെയും അവിഹിത ധനസമ്പാദനത്തിൻ്റെയും പുതിയ അധ്യായങ്ങൾക്കെതിരെ യാവണം. അങ്ങനെയുള്ള അധ്യായങ്ങൾക്കെതിരെ സന്ധി ചെയ്യാതെ പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭരണതലത്തിലെയും ഭരണവർഗ പാർട്ടികളിലെയും അഴിമതികൾ ഉന്നയിച്ചുള്ള പോരാട്ടം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമണ്ഡലമായി മാറേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ പോരാടണം. അഴിമതിക്കെതിരെയുള്ള പോരാളിക്ക് രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. മൂലധന അധിനിവേശത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ പൊതുജീവിതത്തിൽ മാനവികതയുടെ സവിശേഷ പ്രതീകമായി മാറാൻ ഓരോ ജനപ്രതിനിധികൾക്കും സാധിക്കേണ്ടതുണ്ട്. ജനതാ പരിവാറുകാരുടെ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞങ്ങൾ ജനതാ പരിവാറുകാരുടെ സോഷ്യലിസ്റ്റുകളുടെ ആചാര്യന്മാരായ ജയപ്രകാശ് നാരായൺജിയുടെയും ഡോക്ടർ റാം മനോഹർ ലോഹിയുടെയും ഉജ്ജ്വലമായ ഓർമ്മകളിലെല്ലാം അഴിമതിക്കെതിരായ സമരത്തിൻ്റെ ഒരു സമാന്തര പാഠം കൂടിയുണ്ട്. അഴിമതിക്കെതിരായ സമരത്തിൽ ജനപ്രിയതയുടെ ഘടകമേയുള്ളൂ എന്നും അഴിമതിയെ അനുവദിക്കുന്ന വ്യവസ്ഥയെ കടപുഴക്കുന്നതോടെ അത് അവസാനിക്കുമെന്നും വാദിക്കുന്നവരും ശുഭപ്രതീക്ഷ പുലർത്തുന്നവരുമായിരുന്നു പ്രിയപ്പെട്ട JPയും ഡോക്ടർ റാം മനോഹർ ലോഹിയും ഒക്കെ. ഇത്തരം വാദങ്ങളുടെ സൈദ്ധാന്തികമായ പിൻബലത്തെ ഗൗരവമായി കാണാൻ ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ സാധിക്കേണ്ടതുണ്ട് എന്ന് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, ഞങ്ങൾ വയനാട്ടുകാരുടെ ഒരു ആഗ്രഹം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആഗ്രഹം? ഒരു MLA ആയി വരില്ലേ? അധികാര കസേരകളിൽ കണ്ണുവെക്കാതെ അവരുടെ വേദനകളെ മനസ്സിലാക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും തയ്യാറുള്ള വിശാല മനസ്കരായ
പൊതുപ്രവർത്തകരെയാണ് സമകാലിക സമൂഹത്തിന് ആവശ്യം. അത്തരം ആവശ്യത്തെ പരിഗണിക്കുന്നൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഈ ചോദ്യം അപ്രസക്തമാണെന്ന് കരുതുന്നു. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഏതവസരവും പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനം വഴി ലഭ്യമാവുകയാണെങ്കിൽ മികച്ച രീതിയിൽ അത് ഉപയോഗപ്പെടുത്തും. രാഷ്ട്രീയ പകപോക്കലുകളും അടിസ്ഥാനരഹിതമായ ആരോപണ കസർത്തുകളും അനാവശ്യ വാഗ്വാദങ്ങളും കൊണ്ട് വർത്തമാന രാഷ്ട്രീയം സജീവമാകുമ്പോൾ നഷ്ടപ്പെടുന്നത് സാമൂഹിക സൗഹൃദങ്ങളിലെ നന്മയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണ പ്രത്യാരോപണങ്ങളും കളവ്, വഞ്ചന, ചതി തുടങ്ങിയ സാമൂഹിക തിന്മകളും രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമാണെന്ന തെറ്റായ തോന്നലാണ് സത്യത്തിൽ പുതുതലമുറയിൽ ജനിപ്പിക്കുക. രാഷ്ട്രീയം അധികാര സംരക്ഷണത്തിനുള്ള ഒരു ഉപാധിയല്ല എന്നും മറിച്ച് രാഷ്ട്രസേവനവും മാനവ നന്മയുമാണ് രാഷ്ട്രീയത്തിന് ആധാരം എന്ന ബോധവുമാണ് പുതുതലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടത്. ഞാൻ ആ ചോദ്യത്തെ കുറച്ചുകൂടെ ഫിലോസഫിക്കലായി പറയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രാഷ്ട്രീയ ഭരണകാര്യ നിർവഹണ മേഖലയിലേക്ക് നീങ്ങുവാനുള്ള സാമൂഹിക സാഹചര്യം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ലഭിച്ചിട്ടും ജനക്ഷേമത്തിനും മതസൗഹാർദ്ദത്തിനുമാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. ഗാന്ധിജിയുടെ ഈ മാനവിക കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയം ഒരു ജനസേവന ഉപാധിയാണ് എന്ന അടിസ്ഥാന തത്വത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. കാലം സ്വാഭാവികമായി ഏൽപ്പിക്കുന്ന പാർലമെന്ററി ദൗത്യങ്ങൾ ഇരുകരം നീട്ടി സ്വീകരിക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി പരമാവധി മനോഹരമാക്കുകയും ചെയ്യുക എന്നുള്ളത് മഹത്തായൊരു നന്മയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ അത് ഫലപ്രദമായി ഗൗരവമായി ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ അതിനുവേണ്ടിയൊരു മനസ്സ് വെച്ച് നടക്കുന്ന, അല്ല അത് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനല്ല, അതുമാത്രം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശാലമായി അതിനെക്കുറിച്ച് പറഞ്ഞത്. ആ ആഗ്രഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ ആഗ്രഹം സ്വാഭാവികമായി വന്നു ചേർന്നാൽ നമുക്കത് സ്വീകരിക്കാം, വിനിയോഗിക്കാം, ജനങ്ങളോടൊപ്പം അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാം. അതെ അതെ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെയും മറ്റും എങ്ങനെയാ നേരിടാറുള്ളത്? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമുക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സമൂഹത്തിൽ നിന്നുണ്ടാകും. കാരണം കൃത്യമായി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അതിനെ നമ്മൾ വളരെ സഹിഷ്ണുതയോടെ, സ്നേഹത്തോടെ സമീപിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ ആരോടും അനാവശ്യമായി തർക്കിക്കാൻ പോകാത്തൊരു സ്വഭാവമാണ് എൻ്റേത്. പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് ഒരു ബലഹീനതയായി കണ്ടവരുണ്ടാകാം, മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടാണെന്ന് കരുതിയവരുമുണ്ടാകാം. പക്ഷേ ചില ഇടങ്ങളിൽ, വിഷയങ്ങളിൽ മൗനം ഒരു ശീലമാക്കിയപ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മനസമാധാനമാണ്. നമ്മളെ തെറ്റിദ്ധരിച്ചവരുടെ മുന്നിൽ ന്യായങ്ങൾ നിരത്തി തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമാണ് ഒരു പുഞ്ചിരിയോടെ നമ്മൾ ആ വിഷയത്തെ നേരിടുന്നത്. എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോളന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം, നമ്മുടെ മനസാക്ഷിക്കറിയാം. അത് മനസ്സിലാക്കേണ്ടവർക്ക് കാലം മനസ്സിലാക്കി കൊടുക്കും. അനാവശ്യ വാഗ്വാദങ്ങൾക്ക് പിന്നാലെ പോകാതെ മനസമാധാനത്തിന് മുൻഗണന നൽകുന്നതാണ് ബുദ്ധി. തർക്കിച്ച് ജയിക്കുന്നതിലല്ല, സമാധാനപരമായി കാര്യങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു ജനപ്രതിനിധി എടുക്കേണ്ട ഒരു രീതി, ഒരു സമീപനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. മാത്രമല്ല അനാവശ്യമായി നമ്മുടെ സമയം നമ്മൾ കളയേണ്ടതുമില്ല. നമ്മുടെ ഒരു ക്രിയാത്മകമായ സമയം അത് ഒരിക്കലും നമ്മൾ തർക്കിച്ച് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ട് കളയരുത് എന്നാണ് ഒരു വിനയപുരസ്സരമുള്ള എൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഓക്കെ. ഇതൊക്കെ ശ്രോതാക്കൾക്ക് കൂടെ വേണ്ടി പറയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട മാറ്റൊലി ശ്രോതാക്കളാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും സാഗൂതം ഇത് ശ്രവിക്കട്ടെ. ഓക്കെ ഓക്കെ. എന്തായാലും പുതിയ മെമ്പർമാർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടോ? അടിമുടിയും അഴിമതിരഹിത നിലപാടുകൾ ജീവിതത്തിലും ഭരണരംഗത്തും ഉടനീളം പുലർത്തിയാൽ ഒരു തരത്തിലുമുള്ള വിമർശനങ്ങളും നമ്മളെ ബാധിക്കില്ല. ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരികയുമില്ല. ആരൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ നടത്തിയാലും സത്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും സമൂഹവും കട്ടക്ക് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് നേരെ ചൊവ്വെ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തല ഉയർത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
തല ഉയർത്തി നട്ടെല്ല് നിവർത്തി വിയർക്കാതെ വിറയ്ക്കാതെ അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ മുന്നിൽ മരണം വരെ ജീവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുപ്രവർത്തകന് വേണ്ടത് സത്യസന്ധത. ആ സത്യസന്ധത ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ലോകത്തൊന്നിനെയും ഭയക്കേണ്ടതില്ല. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. താങ്കളുടെ എഴുത്താണത്. എഴുത്തിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ. വിവിധ വിഷയങ്ങൾ പ്രമേയമാക്കി ഈ കാലയളവിനിടയിൽ 5 വർഷം എന്നല്ല, എൻ്റെ ഇത്രയും കാലത്തെ ഈ കാലയളവിനിടയിൽ 7 പുസ്തകങ്ങൾ ഞാൻ ഇതിനകം എഴുതിയിട്ടുണ്ട്. ത്രിതല സംവിധാനം മുന്നോട്ട് വെക്കുന്ന അധികാര വികേന്ദ്രീകരണവും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പനങ്ങളും എത്രമാത്രം ലക്ഷ്യവേദിയാകുന്നുവെന്ന് തൃണമൂല തലത്തിൽ നടത്തിയ മൗലികവും സമഗ്രവുമായ പഠനത്തിൻ്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന ഗ്രന്ഥമാണ് ഞാൻ എഴുതിയ പുസ്തകത്തിൽ പ്രധാനപ്പെട്ടത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് തോട്ട് ആൻഡ് പ്രാക്ടീസ് എന്ന ശീർഷകത്തിൽ സ്ട്രിംഗ് പബ്ലിക്കേഷൻസ് പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത പഠന ഗ്രന്ഥത്തിന് റെഡ്വെൽ ഫൗണ്ടേഷൻ്റെ രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരമടക്കം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസംഗകല, 501 തത്വങ്ങൾ, രാപാർത്ഥ നഗരങ്ങൾ, വ്യക്തിത്വ വികാസം തുടങ്ങിയ ഗ്രന്ഥങ്ങളും എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. താങ്കൾ തന്നെ ഡെവലപ്പ് ചെയ്ത വിദ്യാഭ്യാസ സംരംഭമായ ലെറ്റ്സ് ലൈഫ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? കേരളത്തിനകത്തും പുറത്തുമായി പ്രസംഗകലയിൽ തൽപരരായ ആളുകൾക്ക് പ്രസംഗ പരിശീലനവും മറ്റ് സോഫ്റ്റ് സ്കിൽ പഠനവും നൽകുന്ന 2014 സ്ഥാപിതമായ ലെറ്റ്സ് ലൈഫിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചോദിച്ചത്. വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പുറമെ ഓൺലൈൻ സൗകര്യം ആഗ്രഹിക്കുന്നവർക്കായി പ്രത്യേക ലേണിംഗ് ആപ്പ് കൂടി ലെറ്റ്സ് ലൈഫിനുണ്ട്. 100 കണക്കിന് പഠിതാക്കൾ നിലവിലുണ്ട്. അത് കേവലം എൻ്റെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം എന്നതിലപ്പുറത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ വരുമാന മാർഗം കൂടിയാണ്. നിരവധിയായ പരിശീലന പ്രവർത്തനങ്ങളും സോഫ്റ്റ് സ്കിൽ കോഴ്സുകളും ആവശ്യക്കാർക്ക് നൽകി വരുന്നുണ്ട്. നല്ല അഡ്മിഷനുണ്ട്, നല്ല പഠിതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ നല്ല വരുമാനവും ഉണ്ട് എന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളമുണ്ട ഡിവിഷനിൽ താങ്കൾ നടത്തിയ ഗ്രാമാന്തരം ഏറെ ശ്രദ്ധേയമായ ഒന്നായിരുന്നല്ലോ. അതിനു പിന്നിലെ താല്പര്യം എങ്ങനെയാണ് പറയാൻ പറ്റുക? പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷം. ആർക്കെങ്കിലും അറിയാത്ത, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശ്രോതാക്കളുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ, നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും ആദരിച്ചോളൂ, പ്രശംസിച്ചോളൂ, അത് ഒരാളുടെ മനസ്സിൽ ഒരു വിളക്കുപോലെ തെളിഞ്ഞിരിക്കും. പക്ഷെ അപമാനിക്കുമ്പോൾ ദയവായി ഒരു നിമിഷം തിരിച്ചു ചിന്തിക്കണം. കാരണം ഒരൊറ്റ വാക്ക് ഒരാൾക്ക് ഒരു ജീവിതകാലം മുഴുവൻ വേദനയായി മാറാൻ അത് കാരണമായേക്കാം. അപമാനം എന്നത് ആ നിമിഷം കേൾക്കുന്ന ഒരു ശബ്ദമല്ല, അത് ഉള്ളിൽ കുത്തിപ്പിടിക്കുന്നൊരു മുറിവാണ്. ചിരിയുടെ പിന്നിൽ ഒളിപ്പിക്കുന്നൊരു കരച്ചിലാണ്. ആർക്കും കാണിക്കാത്ത ഉള്ളിലെ ഒരു മഹാ തകർച്ചയാണത്. നമ്മൾ വെറുതെ എന്ന് പറഞ്ഞ ഒരു വാക്ക് ആരോ രാത്രികളോളം ഉറക്കമില്ലാതെ ഓർത്തു കരഞ്ഞിട്ടുണ്ടാകാം. നമ്മൾ ചിരിയോടെ പറഞ്ഞൊരു പരിഹാസം ഒരാളുടെ ആത്മവിശ്വാസം തകർത്തെറിഞ്ഞിട്ടുണ്ടാകാം. പ്രശംസ മനുഷ്യനെ ഉയർത്തുന്നു, അപമാനം മനുഷ്യനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു. പ്രശംസ കിട്ടിയ മനുഷ്യൻ ലോകത്തെ നേരെ നോക്കും, ആദരവ് കിട്ടിയ മനുഷ്യൻ ലോകത്തെ നേരെ നോക്കും. അപമാനം കിട്ടിയ മനുഷ്യൻ കണ്ണാടിയിൽ പോലും സ്വന്തം മുഖം നോക്കാൻ മടിക്കും. അപമാനം എന്നതൊരു വേദന മാത്രമല്ല, അത് അവസരം കിട്ടുമ്പോൾ തിരികെ നൽകുന്ന ഒരു വായ്പയാണ്. കാലം അതിൻ്റെ അക്കൗണ്ട് സൂക്ഷിച്ചു വെക്കും. അവസരം വന്നാൽ അത് പലിശയോടെ തിരിച്ചു നൽകും. ഇന്ന് നമ്മൾ ചെറുതാക്കിയ ഒരാൾ നാളെ നമ്മുടെ മൗനത്തിനെ തോൽപ്പിച്ചേക്കാം. ഇന്ന് നമ്മൾ തള്ളി മാറ്റിയ ഒരാൾ നാളെ നമ്മുടെ മുന്നിൽ ഉയർന്നു നിന്നേക്കാം. അന്ന് നമ്മൾ ഓർത്തെടുക്കും, ഞാൻ പറഞ്ഞത് ഒരു വാക്കായിരുന്നു, പക്ഷേ അവൻ അനുഭവിച്ചത് ഒരു ജീവിതകാലത്തെ വേദനയായിരുന്നു എന്ന് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് വാക്കുകളും സമീപനങ്ങളും ഒരിക്കലും നമ്മൾ ലഘുവായി ഉപയോഗിക്കരുത്. വിയോജിക്കാം, തിരുത്താം, പക്ഷെ ഒരു മനുഷ്യനെയും അപമാനിക്കരുത്. ഞാൻ കാട് കയറി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ട് പോകുന്നില്ല. ഞാൻ ചുരുക്കി ചോദ്യത്തിലേക്ക് തന്നെ കടന്നു വരാം. ഗ്രാമാന്തരം ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും അവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ജീവിതചര്യയായി കൊണ്ട് നടക്കുന്ന ആളാണ്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ ഡിവിഷൻ പരിധിയിലെ മുഴുവൻ തൊഴിലാളികളെയും
അത് ബാർബർമാരായിക്കോട്ടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളായിക്കോട്ടെ, പിന്നെ പട്ടാളക്കാർ, പോലീസുകാർ, എല്ലാ ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും സെപ്പറേറ്റ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ച് വിശിഷ്ട വ്യക്തികളെ കൊണ്ട് അവരെ ആദരിപ്പിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷകരമായ കാര്യമായി ഞാൻ കാണുന്നു. കാരണം ഞാൻ ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യത്തിൻ്റെ പ്രയോഗമായിരുന്നു സത്യത്തിൽ ഗ്രാമാന്തരം എന്ന പരിപാടി. ആ ചോദ്യത്തിന് ഇത്രയേറെ മറുപടി പറയേണ്ടി വന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കട്ടെ എന്ന് കരുതി മാത്രമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. സമയപരിമിതി ഇല്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് ഇതിനെപ്പറ്റി പറയാൻ തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരു കാര്യം അഭിമാനത്തോടെ ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, പരസ്പരം കുറ്റപ്പെടുത്താതെ വളരെ മാന്യമായി പൊതുപ്രവർത്തനം കൈകാര്യം ചെയ്ത വ്യക്തി കൂടിയാണ് താങ്കൾ. എങ്ങനെ സാധ്യമാകുന്നു? ചോദിക്കാതിരിക്കാൻ കഴിയില്ല. താങ്ക് യു. ആ ചോദ്യം എനിക്കുള്ളൊരു പ്രചോദനമാണ്, ഒരു പ്രോത്സാഹനമാണ്, ഒരു വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. ആ ചോദ്യത്തിന് ഒരു പ്രത്യേക താങ്ക്സ്. ആ ചോദ്യത്തോടൊപ്പം ചേർത്ത് വെച്ച ആ പിന്നെ വാചകങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഴുപ്പലക്കുന്നതിലും അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നതിലും ഒരു നന്മയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പുറത്തുള്ള വ്യക്തി അല്ല ഒരു വിമർശനത്തിൻ്റെയും ഹേതു, അവരുടെ നിലപാടുകളാണ്. അപ്പുറത്തുള്ള വ്യക്തിയല്ല, ആ വ്യക്തിയുടെ നിലപാടുകൾ, ആശയങ്ങൾ, ആ ആശയങ്ങളാണ് വിമർശനത്തിൻ്റെ ഹേതുവാകേണ്ടത്. അതിനോട് വിയോജിക്കാൻ ഒരാളെയും വ്യക്തിപരമായി താറടിക്കേണ്ടതില്ല. ജനാധിപത്യത്തിൽ വിമർശനത്തിനുള്ള വലിയൊരു സ്പേസ് ഉണ്ട്, ഒരു വലിയ ഇടം ജനാധിപത്യത്തിലുണ്ട് വിമർശനത്തിന്. എൻ്റെ നിലപാട് മാത്രം ശരി, മറ്റുള്ളതെല്ലാം തെറ്റ് എന്നതല്ല ജനാധിപത്യത്തിൻ്റെ അർത്ഥം. എൻ്റെ ശരികൾ അല്ലാത്ത വേറെയും ശരികൾ ഇവിടെ ഉണ്ട്, അത് എനിക്ക് സ്വീകാര്യമല്ല, അതുകൊണ്ട് വിയോജിക്കുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത. ആ രൂപത്തിൽ നമ്മളതിനെ കാണാൻ കഴിയണം. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അയാളെ ഓഡിറ്റ് ചെയ്യുന്ന ചില കുറിപ്പുകൾ, കമൻറ്റുകൾ, സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകൾ ഇപ്പോഴും കാണുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയുള്ള സമീപനം പൊതുരംഗത്തുള്ളവർ തിരുത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളും വിമർശനത്തിന് അതീതരല്ല. പക്ഷേ അത് വ്യക്തിഹത്യയിലേക്ക് വഴിമാറുന്നത് ഒട്ടും ശുഭകരമല്ല. വിഷയങ്ങളെ സംബന്ധിച്ച് വിശാലമായി ചിന്തിക്കാനും ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പൊതുപ്രവർത്തനം സാർത്ഥകമാകും, അനുഗ്രഹീതമാകും. ഇതേ അതിൽ പറയാനുള്ളൂ. പടിയിറങ്ങുന്ന ഈ ഘട്ടത്തിൽ അവസാനമായി എന്താണ് പറയാനുള്ളത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അഴിമതി രഹിതമായ സത്യസന്ധമായ മനുഷ്യ സേവനത്തിനായുള്ള ജനപ്രാതിനിധ്യമാണ് ഞാൻ എന്നും ലക്ഷ്യം വെച്ചിരുന്നത്. ആ ദൗത്യം കളങ്കരഹിതമായി നിറവേറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജനസേവനമാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. സത്യസന്ധതയും സമർപ്പണവുമാണ് ഒരു ജനപ്രതിനിധിയുടെ യഥാർത്ഥ ബഹുമതി. പ്രിയപ്പെട്ടവരെ, സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നവന് ജനങ്ങളുടെ മനസ്സിൽ നിത്യസ്മാരകം പണിയാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നാട്ടുകാരുടെ സ്നേഹം എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തത്. പ്രകോപിപ്പിക്കുകയോ അഹങ്കാരത്തിന് കാരണമാവുകയോ അല്ല എനിക്ക് അത് കാരണമായത്. എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ്. ജനങ്ങളുടെ വിശ്വാസം എന്നെ എന്നും മുന്നോട്ട് നയിക്കും. വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ മെമ്പർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലെ എൻ്റെ ഔദ്യോഗിക കാലാവധി പൂർണ്ണ സംതൃപ്തിയോടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ജനങ്ങളുമായി ഇടപഴകിക്കഴിഞ്ഞ 5 വർഷങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ സേവനകാലത്തെ ഹൃദ്യമാക്കി തീർത്ത എല്ലാവരോടും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലയളവിൽ ജീവിതത്തിലേക്ക് വന്നുപോയ വ്യക്തികൾ, അനുഭവങ്ങൾ ഏറെയാണ്. എല്ലാം ഓർമ്മകളും എല്ലാം ജ്വലിക്കുന്ന ഓർമ്മകളും പാഠങ്ങളുമായി എൻ്റെ കൂടെയുണ്ടാകും. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും. അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പുതിയ സാരഥികൾക്ക് അഭിവാദ്യങ്ങളും ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി സമയപരിമിതി കൊണ്ട്
ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീടൊരിക്കൽ റേഡിയോ മാറ്റിലിയിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി സംസാരിക്കാം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 4 അധ്യായങ്ങളിലായി ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ രാഷ്ട്രീയ അനുഭവങ്ങളും പ്രവർത്തനങ്ങളുമാണ്. 5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായിരുന്നു എന്ന നിലയിൽ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. സംതൃപ്തിയോടെ ജനപ്രതിനിധി എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് വരുന്ന നാൾ വഴികളിൽ ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയട്ടെ എന്ന് റേഡിയോ മാറ്റൊലി ആശംസിക്കുകയാണ്. നാൾ വഴികൾ അനുഭവങ്ങൾ എന്ന പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം.